നമസ്കാരം. സ്വപ്നം കാണുന്നതിനൊക്കെ ഒരതിരില്ലേ? ഈ പഴയ ഡയലോഗൊക്കെ കാലം മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടി വരും. സ്വപ്നങ്ങൾ മുളപൊട്ടുകയല്ല, ചിറക് വിരിച്ചു പറക്കുകയാണ് പുത്തൻ കാലത്ത്. അതിന് പുത്തൻ ആശയങ്ങളാണ് വിത്ത് വിതയ്ക്കുന്നത്. പറഞ്ഞു വരുന്നത്, സമൂഹത്തിൽ ഇതുവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടു കിടന്ന വിഭാഗങ്ങളുടെ ഉന്നതിക്കായുള്ള പരിശ്രമങ്ങൾ വിജയം കാണുന്നതിൻ്റെ കഥയാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നതിയുടെ വിജയകരമായ പദ്ധതിയുടെ കഥ. ഈ കഥ കേൾക്കാൻ ഉത്സാഹം കൂടിയത് IIT മദ്രാസിൻ്റെ ആദ്യത്തെ മികച്ച CSR പുരസ്കാരം പദ്ധതിക്ക് കിട്ടിയപ്പോഴാണ്. പട്ടിക വിഭാഗം കുട്ടികളുടെ സർവ്വതോന്മുഖമായ ഉയർച്ച ലാക്കാക്കി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വികസനോന്മുഖ പരിപാടിയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ. താമസം, ഭക്ഷണം, വസ്ത്രം, പഠനോപകരണങ്ങൾ തുടങ്ങി കുട്ടികളുടെ മുഴുവൻ ചെലവും സർക്കാരാണ് വഹിക്കുന്നത്. മികച്ച ജീവിത സാഹചര്യവും മികച്ച വിദ്യാഭ്യാസവും ഒരുമിച്ച് ലഭ്യമാക്കുന്ന പദ്ധതി. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഗോത്ര വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിർച്വൽ ലബോറട്ടറികളിൽ അനുഭവം പരിചയം സാധ്യമാക്കുന്ന CSR പദ്ധതിക്കാണ് IIT മദ്രാസിൻ്റെ ആദ്യത്തെ CSR പുരസ്കാരം എന്ന അഭിമാനാർഹമായ നേട്ടം. 18 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ സ്റ്റേറ്റ് CBSE സിലബസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠനാവശ്യത്തിനായി 250-ലേറെ വിർച്വൽ ലബോറട്ടറികളാണ് പദ്ധതി വഴി ഒരുക്കിയത്. UST ഗ്ലോബൽ, വിസ്വാരാസ് റിസർച്ച് ലബോറട്ടറീസ് എന്നിവയുടെ CSR സംരംഭം എന്ന നിലയിലാണ് പട്ടികവർഗ വികസന വകുപ്പ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നതി വഴിയാണ് 6000-ലേറെ ഗോത്ര വിഭാഗം കുട്ടികൾക്ക് ഈ വിർച്വൽ ലാബ് പരിചയത്തിലേക്ക് വഴി തുറന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനായും വിദ്യാഭ്യാസ, ആരോഗ്യ, സാമ്പത്തിക ഉന്നമനത്തിനായും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രി K. രാധാകൃഷ്ണൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് ഉന്നതി. മന്ത്രി K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ SC/ST വികസന വകുപ്പ് സെക്രട്ടറിയും ഉന്നതി CEO-യുമായ N. പ്രശാന്തിൻ്റെയും ഉത്സാഹത്തിലാണ് സമാനതകളില്ലാത്ത ഈ മോഡൽ പദ്ധതി പരീക്ഷിച്ചത്. പദ്ധതി വഴി ഇൻട്രാക്റ്റീവ് സെഷനുകളും വീഡിയോകളും ഗെയിമുകളും അടിസ്ഥാനമാക്കിയ ശാസ്ത്രീയ ആശയ പഠനത്തിന് സഹായിക്കുന്ന വിർച്വൽ ലാബുകളിലാണ് പഠിതാക്കൾക്ക് സൗകര്യം ഒരുക്കിയത്. ഇന്റേൺഷിപ്പ്, സന്നദ്ധ സേവന രീതിയിലാണ് ഉന്നതിയിലെ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത്. അതുകൊണ്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ ഉന്നതിക്കായുള്ള പദ്ധതിയിലെ പരിശീലനത്തിന് മറ്റും സേവന സന്നദ്ധരായ പ്രൊഫഷണലുകളുടെയും ബുദ്ധിജീവികളുടെയും വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനാണ് ഉന്നതി ലക്ഷ്യമിടുന്നത്. ഉന്നതി മാതൃക സർക്കാരിന് പുറത്തുള്ള മികച്ച പ്രതിഭകളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, നൈപുണ്യശേഷി വികസനം, ഉപജീവന പദ്ധതികൾ എന്നിവയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ മറ്റ് വകുപ്പുകൾ, ഏജൻസികൾ, കോർപ്പറേറ്റുകൾ, NGO-കൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് ഉന്നതിയെന്ന് CEO N. പ്രശാന്ത് പറഞ്ഞു. CSR ഫണ്ടുകൾ ഉപയോഗിച്ച് സ്കൂളുകൾക്ക് സൗകര്യമൊരുക്കാൻ ശ്രമിച്ചപ്പോൾ പ്രധാന പ്രശ്നം ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആയിരുന്നുവെന്നും UST ഗ്ലോബലിൻ്റെ CSR വോളണ്ടിയർ നിഷ P. കരൂർ പറഞ്ഞു. ഉന്നത നിലവാരമുള്ള ഗ്രാഫിക്സ് അടങ്ങുന്ന ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് ഇടതടവില്ലാതെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി അത്യാവശ്യമായിരുന്നു. ഇത് ആദ്യം തടസ്സമായെങ്കിലും സാങ്കേതിക വിദഗ്ധർക്ക് പിന്നീട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കാനും കഴിഞ്ഞു. 2023 ജനുവരിയിൽ N. പ്രശാന്തുമായുള്ള കൂടിക്കാഴ്ചയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ STEM വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിലെ വൈഷമ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ പദ്ധതിയിലേക്ക് വഴി തുറന്നെന്നും നിഷ P. കരൂർ പറഞ്ഞു. ഉന്നതി വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന 20 പട്ടിക വിഭാഗ വിദ്യാർത്ഥികൾക്ക് മലേഷ്യയിലെ അൽ-ബുഖരി സർവകലാശാലയിൽ നിന്ന് ഫുൾ സ്കോളർഷിപ്പ് നൽകാൻ നേരത്തെ ധാരണയായിരുന്നു. ഉന്നതി CEO N. പ്രശാന്തുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ ധാരണയായത്. നൊബേൽ ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ചാൻസലറായ സർവകലാശാലയാണ് അൽ-ബുഖരി. പിന്നോക്ക മേഖലകളിൽ നിന്നുള്ള മികച്ച വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകാനായി പ്രവർത്തിക്കുന്ന അൽ-ബുഖരി ഫൗണ്ടേഷൻ നിലവിൽ 1272 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അതിൽ 83% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. സർവകലാശാലയുടെ സ്കോളർഷിപ്പ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നവർക്ക് വരുന്ന ഒക്ടോബർ മാസത്തിൽ ഫുൾ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിക്കും. വിമാനയാത്രാ ചെലവ്, വിസ ചാർജുകൾ, അനുബന്ധ ഫീസുകൾ, വിദ്യാർത്ഥി സുരക്ഷാ നിക്ഷേപം എന്നിവ ഉന്നതി വഹിക്കും. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് സർവകലാശാലയുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പട്ടിക വിഭാഗത്തിലെ 310 കുട്ടികൾക്ക് പ്രതിവർഷം വിദേശ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്നതിന് പുറമെയാണ് വിദേശ സർവകലാശാലകളുമായി നേരിട്ടുള്ള ധാരണ. ഒഡെപിക് മുഖാന്തരം നടപ്പിലാക്കുന്ന വിദേശ പഠന പദ്ധതി വഴി 25 ലക്ഷം രൂപ ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നുണ്ട്.